മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. പച്ച പ്രാഥമിക നിറങ്ങളിലൊന്നാണ് പച്ച. മഞ്ഞ, നീല എന്നീ ചായങ്ങൾ പാകത്തിൽ കൂട്ടിച്ചേർത്ത് പച്ച നിറമുണ്ടാക്കാം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറമാണ് പച്ച, അഥവാ പച്ചവർണ്ണത്തിൻ്റെ സമൃദ്ധിയാണ് ഭൂമി. ഹരിതകം എന്ന വർണ്ണകമാണ് ചെടികൾക്ക് പച്ച നിറം ലഭിക്കാൻ കാരണം. പ്രകാശ സംശ്ലേഷണം നടത്തി ആഹാരം നിർമ്മിക്കാൻ ചെടികളെ സഹായിക്കുന്നതും ഈ വർണ്ണമാണ്. പരിസ്ഥിതിയുടെ നിറമായി പച്ചയെ കൽപ്പിക്കുന്നു. ഹരിതത്തിൻ്റെ എത്രയെത്ര വകഭേദങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പഴുത്ത പ്ലാവിലയുടെ നിറമല്ല പച്ച പ്ലാവിലയുടേത്. ചാണകപ്പച്ചയും തത്തപ്പച്ചയും പച്ചയുടെ നിറഭേദത്തെ തന്നെയാണ് ചേർത്തുവെക്കുന്നത്. ഭാഷയിലാകട്ടെ നിറത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പച്ച. അവൻ എന്നോട് പച്ച കള്ളം പറഞ്ഞു എന്നയിടത്ത് പച്ച എന്നതിന് നിറത്തിൻ്റെ അർത്ഥമല്ല, സത്യത്തിൻ്റെ അംശം അല്പം പോലും ഇല്ലാത്തത് എന്ന നിലയിലാണ്. പച്ചവെള്ളം എന്നത് കലർപ്പില്ലാത്ത തെളിഞ്ഞ ജലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചിലയിടത്ത് ഉണക്ക എന്നതിൻ്റെ വിപരീതാർത്ഥത്തിൽ പച്ച എന്ന് പ്രയോഗിക്കാറുണ്ട്. പച്ച വിറക് എന്ന് പറയുന്നതിലെ പച്ച ഉണങ്ങാത്തത് എന്ന അർത്ഥത്തിലാണ്. പച്ചമാങ്ങ, പച്ചമുളക്, പച്ചക്കായ എന്നിങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത് പഴുക്കാത്തത് എന്ന അർത്ഥത്തിലാണ്. പച്ച മലയാളം എന്നൊരു പ്രസ്ഥാനം മലയാളത്തിലുണ്ടായിരുന്നു. സംസ്കൃത പദങ്ങളുടെ കലർപ്പില്ലാതെ തെളിനീര് പോലെ മലയാളം ഉപയോഗിച്ച് ഈ പ്രസ്ഥാനത്തിൽ ഒട്ടധികം കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. കലർപ്പിൻ്റെ സൗന്ദര്യമാണ് ഭാഷയുടെ ലക്ഷണം എന്നതുകൊണ്ടാണ് പച്ച മലയാള പ്രസ്ഥാനത്തിന് പിന്നീട് തുടർച്ചയില്ലാതെ പോയത്. മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ റാപ്പ് മ്യൂസിക്കിൻ്റെ ആദ്യ വരികൾ പച്ച മലയാളി പച്ച പരിഷ്കാരി എന്നാണ്. പാട്ടിന് ഇമ്പം കിട്ടാനാണ് പ്രയോഗമെങ്കിലും പച്ച മലയാളി പച്ച പരിഷ്കാരി എന്നതിൽ നിറഭേദമല്ല, മറിച്ച് തനി മലയാളി എന്നും പരിഷ്കാരൻ തികഞ്ഞവൻ എന്നുമുള്ള അർത്ഥമാണ് കൂട്ടിയിണക്കാൻ സാധിക്കുന്നത്. വളരെ സാധു എന്ന അർത്ഥത്തിൽ പച്ച പാവമെന്നും പറയാറുണ്ട്. അല്പമൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുക എന്നതിന് പച്ച പിടിക്കുക എന്നും പറയുന്നു. ക്ഷീണാവസ്ഥ വിട്ട് ശരീരം ക്രമേണ പുഷ്ടിപ്പെട്ടു വരുന്നതിനും പച്ച പിടിക്കുക എന്ന് പറയും. പുതുമ നഷ്ടപ്പെടാത്ത ഫ്രഷ് മീനാണ് പച്ചമീൻ. പച്ച മലയാളത്തിലല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് സംഭാഷണത്തിൽ കടന്നു വരാറുണ്ട്. മറ്റൊരാളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് കേൾക്കാത്ത മട്ടിലിരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ദേഷ്യത്തെ പ്രകടിപ്പിക്കുവാൻ ഇങ്ങനെയൊരു പരാമർശം നടത്തുന്നത്. ട്രാഫിക് സിഗ്നലുകളിൽ പച്ചനിറം ഉപയോഗിക്കുന്നത് തടസ്സമില്ലായ്മയെ സൂചിപ്പിക്കുവാനാണ്. ഇംഗ്ലീഷിൽ റോ എന്ന അർത്ഥം ലഭിക്കുന്നതിനും പച്ച ഉപയോഗിക്കുന്നു. മദ്യപാനിയെ ചൂണ്ടിക്കാട്ടി അയാൾ ഇന്ന് പച്ചയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് അയാൾ മദ്യം കഴിച്ചിട്ടില്ലെന്ന ആശയത്തെയാണ് സ്ഫുരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം നേടുന്ന പദങ്ങളിലൊന്നായി പച്ചയെ കണക്കാക്കാം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.